തമൻ ചേട്ടൻ്റെ മ്യൂസിക്കൊക്കെ ആണ് മൊത്തത്തിൽ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയേണ്ട കാര്യം വിഷയം ഒക്കെ ഒരു പ്രധാന വിഷയം തന്നെ ഈ സിനിമ പറയുന്നുണ്ട്. താങ്ക് യു. ുള്ള പ്രേക്ഷകരെല്ലാം പറയട്ടെ, എന്തായാലും ഒരു പിച്ചക്കാരുടെ ദൈവമായിട്ട് നമ്മുടെ ധനുഷ് മാറിയിരിക്കുകയാണ്. എന്തായാലും അത് നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കുറച്ച് അവതരിപ്പിച്ചതിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ പിച്ചക്കാരുടെ ദൈവം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥ ലോബി നമ്മളെ വീണ്ടും വീണ്ടും പിച്ചക്കാരാക്കുന്നു. അതിനെതിരെ ഒരു പിച്ചക്കാരൻ തന്നെ ദൈവമായിട്ട് അവതരിക്കുന്നു. ഇതാണ് സിനിമ. ഇൻട്രഡക്ഷനൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ വലിയ ധനുഷിനെ കാണിക്കുന്ന സാധാ പോലെ ഈ തെലുങ്ക് പടത്തെ പോലെ 5-6 പാട്ടൊന്നുമില്ല. നന്നായിട്ട് നല്ല കഥ, നന്നായിട്ടുണ്ട്. നല്ലൊരു മാസ സിനിമ കാണാൻ പറ്റിയ നല്ലൊരു പടം കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം. ബോറടിക്കുന്ന ആ തുടക്കത്തിൽ വളരെ സ്ലോ പേസിലാണ് ബിൽഡിങ്. നമുക്ക് ഏകദേശം കഥയുടെ അങ്ങനെ ത്രില്ലിങ് അങ്ങനത്തെ ഒരു സംഭവമല്ല. പക്ഷേ ധനുഷിൻ്റെ പെർഫോമൻസ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ളൊരു അവസാനത്തെ ഒരു ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ 20 മിനിറ്റ് വളരെ ഫാസ്റ്റ് പേസിലും ആ ഒരു ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു പെർഫോമൻസാണ് ധനുഷ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. കാരണം ബ്രഹ്മാണ്ഡ ചിത്രം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, ഒരു ബ്രഹ്മാണ്ഡ നടന്മാർ 2 പേര് വളരെ സാധാരണക്കാരുടെ ലൈഫിലേക്ക് ഇറങ്ങി വന്നു എന്ന രീതിയിൽ അങ്ങനെയാണ് ഈ സിനിമയെ കാണേണ്ടത്. കാരണം ഒരു പൈസയുടെ ആ ഒരു രീതിയിലല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് ബേസ്ഡ് പടം 2 പേരും, നാഗാർജുന ആണെങ്കിലും ധനുഷാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്, ലാഗും കാര്യങ്ങളും എല്ലാം കുറവുണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിച്ച ആളാണ് ധനുഷ് സാറിൻ്റെ ഒപ്പം. അപ്പോൾ അദ്ദേഹത്തോടും ചോദിക്കാം. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അജിത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു പടമാണല്ലോ, ഓഡിഷൻ വഴിയാണ് അതിനകത്ത് കിട്ടിയത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് വലിയ സന്തോഷം. ഇപ്പോൾ നാഗാർജുന സാറിൻ്റെ പോലെയും വലിയ ധനുഷ് സാറിൻ്റെ പോലുള്ള വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സന്തോഷം. നമ്മൾ മൊത്തം കഥ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ കാണുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്, ഇമോഷണലി ടച്ചിങ് ആണ്. ലൈക്ക് ഒരു ക്ലാസ് ഡിഫറൻസ് ഒക്കെയാണ് പടം സംസാരിക്കുന്നത്. അപ്പോൾ തെലുങ്ക് സിനിമ ലൈക്ക് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വലിയൊരു സ്കെയിലിൽ സംസാരിക്കുന്നു എന്നുള്ളതും അതുപോലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സംസാരിച്ചിരുന്നു സാറിനോട് ചെയ്യുമ്പോഴാണെങ്കിലും. നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പടത്തിനകത്ത് നമ്മൾ ആദ്യത്തെ ഷോട്ട് പുള്ളിയുടെ ഇങ്ങനെ കുത്തിന് കയറി പിടിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പേടി ഉണ്ടാവും. വലിയ ആക്ടറാണല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ചെയ്യാൻ വേണ്ടി. ഞാൻ ഡയറക്ടർ ചോദിച്ചു, സാർ എങ്ങനെയായത് പറഞ്ഞു. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുള്ളൂ. നമ്മൾ സീൻ ചെയ്യുമ്പോഴാണെങ്കിലും ലൈക്ക് ഒരുമിച്ച് നമ്മൾ സംസാരിച്ചും ലൈക്ക് ഇംപ്രവൈസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ വേറെ ഇൻഹിബിഷനൊന്നും തോന്നിയില്ല. ആദ്യത്തെ സീൻ തന്നെ അങ്ങനെ അടുത്ത സീനാണ് ചെയ്തുള്ളതുകൊണ്ട് പിന്നെ വളരെ സ്മൂത്ത് ആയിരുന്നു. ലൈക്ക് പുള്ളിയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. കൂടെ ഉള്ള വളരെ കുറച്ച് സീനേ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണെങ്കിലും ആ സീൻ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ക്ലാസിനെ പറ്റിയൊക്കെ പടം പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പടം പറയുന്നുണ്ട്. രസമായിട്ട് ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക.